ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. അതുമെല്ലാം നല്ല റയോൺ ഫാബ്രിക്, അടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ ഞാനിപ്പം ഇതിനകത്ത് ടോപ്പ് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ, പ്ലെയിൻ ബോട്ടം ആണ്. ടോൺ ടു ടോൺ വേണമെങ്കിൽ, അതായത് സെയിം ടോപ്പ് പ്ലസ് സെയിം ബോട്ടം വേണമെങ്കിലും ചെയ്യാം. പക്ഷെ കുറച്ച് പോർഷനല്ലേ ബോട്ടത്തിന്റെ കാണുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ക്രേപ്പിന്റെ ബോട്ടം ആണ് ഈ ഒരു സെയിം ടോണിലോട്ട് ചെയ്തേക്കുന്നത്. ഇത് എന്താ പറയാ, ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇപ്പൊ എപ്പോഴും ഈ ഒരു ക്ലൈമറ്റിലോട്ട് നമുക്ക് ഇങ്ങനത്തെ റയോൺ ഫാബ്രിക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതും നല്ല ക്വാളിറ്റി ഉള്ള റയോൺ ആണ്. അപ്പം നമ്മൾ സ്ട്രെയിറ്റ് വി കൊടുത്തിട്ട് സെൻട്രൽ കട്ടിങ് കൊടുത്തിട്ട് ഇതിനകത്തോട്ട് ചെറിയ ക്ലോത്ത് ബട്ടൺസ്, സോഫ്റ്റ് ബോൾസ് വെച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടാണെങ്കിലും അടിപൊളിയാണ്. അത് ഞാൻ പറഞ്ഞ പേഴ്സണൽ ഇതിന്റെ എല്ലാം ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം അത്രയും നല്ല കംഫർട്ടബിൾ ആണ്. എനിക്ക് ഫിറ്റിങ്ങും നല്ലതായിട്ട് തോന്നി, അതുകൊണ്ടാണ്. അപ്പം ഇതുപോലെ വിത്തൗട്ട് ലൈനിങ് ആണ്, സെൻട്രൽ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്, എ ലൈൻ പാറ്റേൺ ആണ്, സ്ട്രെയിറ്റ് വി കൊടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഈ ഒരു പാറ്റേൺ ആണ്, ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് വീഡിയോയില്. പിന്നെ സെക്കൻഡ് വൺ വന്നിട്ട് ഇതുപോലെ ഈ ഒരു യെല്ലോ കളർ, ഇതും സൂപ്പർ ആണ് കേട്ടോ. ഇതിന്റെയൊക്കെ മെറ്റീരിയൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇതും നമ്മൾ സെയിം തന്നെ, ഇത് നമ്മൾ വേറെ പാറ്റേൺ ആണ് അന്ന് ചെയ്തത്. ഇപ്പം നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ തന്നെ ഇതും ചെയ്തിട്ടുണ്ട്, സ്ട്രെയിറ്റ് വി വെച്ചിട്ട് സെൻട്രൽ കട്ടിങ് വെച്ചിട്ട് ഒരു സോഫ്റ്റ് ബോൾസ് ഒക്കെ വെച്ചിട്ട്. ഈ ഒരു പാറ്റേൺ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ, അത്രയും നമുക്ക് ഭയങ്കര ഒതുങ്ങി തോന്നും. ശരിക്കും പറഞ്ഞാൽ സ്ട്രെയിറ്റ് വി എല്ലാവർക്കും ഒതുങ്ങി നല്ല തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ ബോഡി ഷേപ്പ് ആകെ നല്ല ഒരു ഇതായിട്ട് തോന്നും. അതേ പാറ്റേൺ തന്നെ ഇതും ചെയ്തേക്കുന്നത്. പിന്നെ ആ പാറ്റേൺ തന്നെ ചെയ്തതുകൊണ്ടാണ് ഇതും ഞാൻ കാണിച്ചു തരുന്നത്. ഇത് പക്ഷെ നമ്മൾ ബോട്ടനൊക്കെ വെച്ചിട്ടുണ്ട്, സെയിം തന്നെ സെൻട്രൽ കട്ടിങ് വെച്ചിട്ട് ഒരു സോഫ്റ്റ് ബോൾസ് എല്ലാം വെച്ചിട്ട് ആ പ്രിന്റ് കൊണ്ട് തന്നെ ഇതും ചെയ്തിട്ടുണ്ട്. ഇത് ഈ മെറ്റീരിയൽ കണ്ടോ, പിൻടെക്ക് വന്നിട്ട് ശരിക്കും ആ ക്ലോസ് ആയിട്ട് കണ്ടോ, ഓൾ ഓവർ ഒരു സ്റ്റിച്ച് പോയിട്ടുണ്ട് അതിനകത്തോട്ട്. അതാണ്. പിന്നെ ഈ എലോയുടെയും പ്രിന്റ് ഇതാണ് വരുന്നത്. എലോയുടെ പ്രിന്റ് നല്ല വലിയ പ്രിന്റ് ആണെങ്കിലും അതാണ് ഇപ്പൊ ട്രെൻഡ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. പിന്നെ വന്നേക്കുന്ന ഈ ഒരു ഫാബ്രിക്കും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സെമി സിൽക്ക് ഫാബ്രിക് ആണ്. ഇത് നമ്മൾ വി നെക്ക് വെച്ചിട്ട് ഈ നെക്കിലോട്ട് ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ കളർ. അതല്ല ഭംഗിയാണ്. അത് വേറെ ചെയ്യുമ്പോഴാണ് അതിന്റെ ഭംഗി വരുന്നത്. അതും ഞാൻ കാണിച്ചു തരാം. നല്ല എന്താ പറയാ, പീകോക്ക് ബ്ലൂ ഷെയ്ഡൊക്കെ വരുന്ന പ്രിന്റ് വരുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ്. പിന്നെ വന്നേക്കുന്നത് ഇതും നമ്മൾ കോഡ് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതും നിങ്ങൾ നമ്മൾ ഈ ഒരു ക്ലൈമറ്റിന് ഏറ്റവും ബെസ്റ്റ് ആണ് കോഡ് സെറ്റ്. നല്ലൊരു സ്റ്റൈൽ ലുക്കാണ് ഇതിടുമ്പോൾ. ഒത്തിരി പേര് ഇത് വേറെ ഇതിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ സെയിം ടോൺ ബോട്ടവും ടോപ്പും അടിപൊളിയാണ്. അപ്പൊ ഇതും ഞാൻ വേറെ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ കണ്ടോ, ആ നെക്കിലോട്ടുള്ള പൈപ്പിംഗ് കൊടുത്തിട്ട് ശരിക്കും ഒരു ക്ലാസ് ലുക്കാണ്, നല്ല രസമാണ്. ആ സിമ്പിൾ ആയിട്ടാണെങ്കിലും ആ ഒരു പൈപ്പിംഗ് വരുമ്പോൾ നല്ല ഭംഗിയാണ്. വിത്ത് ലൈനിങ് വേണമെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ മതി, വിത്തൗട്ട് ലൈനിങ്. ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് പ്ലെയിൻ ബോട്ടം ഉണ്ടോ, ഈ ഒരു സെയിം ടോൺ തന്നെ വരുന്ന പ്ലെയിൻ ക്രേപ്പ് കൊണ്ടുള്ള ബോട്ടം പലാസോ ആണ് പെയർ ചെയ്തേക്കുന്നത്. അത് സെയിം നിങ്ങൾക്ക് ബോട്ടം ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒരു ലുക്ക് ഉണ്ടാവും. ടോപ്പ് ബോട്ടം ഇതേപോലെ തന്നെ സെയിം ചെയ്യണമെങ്കിൽ, അത് എല്ലാ ഫാബ്രിക്കും അങ്ങനെ തന്നെ സെയിം തന്നെ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് ലുക്ക് ഇതേപോലെ ആയിരിക്കും കേട്ടോ. സ്ട്രെയിറ്റ് വി വെച്ചിട്ട് ഇതുപോലെ തന്നെ സോഫ്റ്റ് ബോൾസ് എല്ലാം വെച്ചിട്ട് ഞാൻ ഇതിനും പ്ലെയിൻ ബോട്ടം ആണ് വേറെ എടുക്കുന്നത്, സെയിം ടോൺ തന്നെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീനൊക്കെ വെച്ചിട്ട് സെൻട്രൽ കട്ടിങ് വന്നിട്ട് എ ലൈൻ പാറ്റേണിലേക്കാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ തന്നെ ബോട്ടനൊക്കെ കൊണ്ടിട്ട് ഞാൻ നേരത്തെ കാണിച്ചത് ബോട്ടനൊക്കെ ആയിരുന്നു, പ്രിന്റും ഡിഫറെന്റ് ആയിരുന്നു. പ്രിന്റ് അത് കാണിച്ചു കേട്ടോ. ഇത് കണ്ടോ, ഇതിന്റെ പ്രിന്റ് ഇതാണ്, കുറച്ച് വലിയ ഡിസൈൻ ആണ്. ഇത് ബോട്ടനെക്കിലോട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വി കട്ടിങ്ങിലോട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. കണ്ടോ, അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് ഇതുകൊണ്ട്. ഓക്കെ, ഈ ഒരു ലുക്ക് നല്ല ഭംഗിയായിട്ടോ, നല്ല എ ലൈൻ പാറ്റേൺ, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതാണ് ഇപ്പോൾ ഷർട്ട് കോളറിൽ ചെയ്തേക്കുന്നത്. സെയിം ടോൺ തന്നെ ക്രേപ്പിന്റെ ബോട്ടമാണ് ചെയ്തേക്കുന്നത്. അതല്ല നിങ്ങൾക്ക് സെയിം ഇതിന്റെ ഈ ഒരു ഫാബ്രിക്കിന്റെ തന്നെ ബോട്ടം വേണമെങ്കിലും അതുമുണ്ട്. അപ്പൊ ഞാൻ കോഡ് സെറ്റ്സ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചെയ്ത കോഡ് സെറ്റ്സിന്റെ എല്ലാം കൂടെ ഒരു വീഡിയോ ഇട്ടത്. വേറെയും കൂടി ഉണ്ട് 1-2 അതുകൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്യാന്ന് വെച്ചാൽ പക്ഷെ പറ്റില്ല. ഓക്കെ, അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മൾ 10 to 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും